നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 81. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 81. ഇവിടെ 1-ാം സ്കന്ധത്തിൽ 6-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ഏതാവതുക്തോ പരരാമതന്മഹത് ഭൂതം നഭോർലിംഗം അലിംഗം ഈശ്വരം അലിംഗമീശ്വരം അലിംഗം ഈശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീർഷ്ണാവനാമാം വിദധേനുകമ്പിതാം. ഏതാവതുക്തോ പരരാമതന്മഹൽ ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശീർഷ്ണാവനാമം വിദധേ അനുകമ്പിതാ. ഇതാണ് ശ്ലോകം. അതിനർത്ഥം പറയാം, നഭസ്സിൽ മൂർത്തിയോടുകൂടിയതും കാണാൻ കഴിയാത്തതും എല്ലാറ്റിനും നിയമിക്കുന്നതായ ഈ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാണ് പറഞ്ഞത് എല്ലാറ്റിനെയും നിയമിക്കുന്നതായ ദേവൻ. അങ്ങനെയല്ല, അതാണ് ഭഗവാൻ ഈശ്വരൻ ഒന്നാണ്. അപ്പോൾ എല്ലാറ്റിനെയും നിയമിക്കുന്നതായ ആ മഹാഭൂതം ഇത്രമാത്രം പറഞ്ഞിട്ട് ഉപരമിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഞാനും ദയയ്ക്ക് പാത്രമായിട്ട് മഹാന്മാരിൽ വെച്ചും മഹാനായിരിക്കുന്ന ഏവനായിക്കൊണ്ട് ഈശ്വരനായിക്കൊണ്ട് ശിരസ് കൊണ്ട് നമസ്കാരത്തെ ചെയ്തു. അതായത് ദണ്ഡനമസ്കാരം ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, ആകാശത്തിൽ സ്വരൂപമുണ്ടെങ്കിലും കാണാൻ കഴിയാതിരുന്നതും, അതായത് അശരീരയാണല്ലോ കേട്ടത്, ആകാശത്തിൽ സ്വരൂപമുണ്ടെങ്കിലും കാണാൻ കഴിയാതിരുന്നതും സകലത്തെയും അതാത് നിലയ്ക്ക് നിർത്തി രക്ഷിക്കുന്നതുമായ, അപ്പോൾ ആ അതാത് നിലയ്ക്ക് നിർത്തി രക്ഷിക്കുന്നതുമായ എന്നുള്ളതിൽ വിശ്വാസം വേണം. എന്തുകൊണ്ട് എൻ്റെ പ്രയേഴ്സ് കേൾക്കണില്ല എന്ന് തോന്നരുത്, കേൾക്കുന്നുണ്ട് ഭഗവാൻ. എന്നാൽ ഉചിതമായ രീതിയിൽ ഭഗവത് പ്രീതി ചെയ്യാത്തത് കാരണം നമുക്ക് ഫലം ഉണ്ടാവില്ല. ഉചിതമായ രീതിയിൽ ഭഗവാന് പ്രിയം ചെയ്താൽ, ഭഗവാന്റെ വാക്കുകളെ നമ്മൾ അനുസരിച്ചാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. എപ്പോൾ ഉണ്ടാവും? അത് ടൈം ആൻഡ് എറർ മെത്തേഡിലാണ് വരിക. മനസ്സിലാവുണ്ടോ? അത് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ആ ബ്രഹ്മസ്വരൂപ സത്യവസ്തു ഇത്രമാത്രം പറഞ്ഞ് അവസാനിച്ചു. മഹത്തുക്കളായ എല്ലാ വസ്തുക്കളിൽ വെച്ചും മഹത്തായിരിക്കുന്ന ആ സത്യസ്വരൂപത്തിൻ്റെ കാരുണ്യത്തിന് പാത്രീഭൂതനായ ഞാൻ ശിരസ് കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഇനി ഒരു സംശയം വേണ്ട അതിൽ. 27-ാമത്തെ ശ്ലോകം. നാമാന്യനന്ദസ്യ തത്ര പപ്പടൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ജസ്മരൻ ഗാം പര്യടൻ തുഷ്ടമനാഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സരാം. നാമാന്യനന്ദസ്യ തത്ര പപ്പടൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ജസ്മരൻ ഗാം പര്യടൻ സ്തുഷ്ടിമനാഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സരാം. അതിന് വാക്കാർത്ഥം പറയാം, ഹനിക്കപ്പെട്ട ത്രപത്തോടുകൂടിയവനായിട്ടും, താപത്രയം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആട്ടുക, അനന്തൻ്റെ ഗുഹ്യങ്ങളായ നാമങ്ങളെ പഠിക്കുന്നവനായിട്ടും ചെയ്യപ്പെട്ടിട്ടുള്ള മംഗളങ്ങളെ സ്മരിക്കുന്നവനായിട്ടും ഭൂമിയെ പര്യടനം ചെയ്യുന്നവനായിട്ടും തോഷിച്ച മനസ്സോടും ഗതയായ സ്പൃഹയോടും
ഗതയായ സ്പൃഹ എന്ന് പറഞ്ഞാൽ ഒന്നിലും താല്പര്യമില്ലായ്മ എന്നർത്ഥം. വിഗതമായ മതത്തോടും മതമില്ലായ്മ. വിമത്സര വിഗതമായ മത്സരത്തോടു കൂടിയവനും, അതായത് മത്സരബുദ്ധി ഇല്ലാണ്ട് കാലത്തെ പ്രതീക്ഷിച്ചു കൊണ്ട് വസിച്ചു. ഈ ഒരു കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വസിച്ചു എന്നുള്ളതാണ് ഇതിൽ മെയിൻ. എല്ലാവർക്കും ദർ വിൽ ബി എ സിൽവർ ലൈൻ ഇൻ ദി ഹൊറിസോൺ. നമ്മൾക്കൊരു വെള്ളി രേഖ നാളെ ആകാശത്തുണ്ടാവും, ഒരു വഴി ഉണ്ടാവും. ആ പരിപൂർണ വിശ്വാസമാണ് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറയാം? അപരിച്ഛിന്നനായ ഭഗവാന്റെ ഓരോ ലീലകളെ സൂചിപ്പിക്കുന്നതായ രഹസ്യനാമങ്ങളെ ലജ്ജ കൂടാതെ എപ്പോഴും ഉച്ചരിച്ചും ഭഗവാൻ ഓരോ അവസരത്തിൽ ചെയ്തിരിക്കുന്ന മംഗളകർമ്മങ്ങളെ സ്മരിച്ചും കൊണ്ട് ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്തിരിക്കാതെ ഓരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചും അപ്പപ്പോൾ സംഭവിക്കുന്ന അവസ്ഥകളിൽ സന്തോഷിച്ചും. നമ്മളത് ചെയ്യണില്ല. അപ്പപ്പോൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ സന്തോഷിക്കണില്ല. സന്തോഷിച്ചാൽ അതിനർത്ഥം നമ്മൾ സമാന ചിന്താഗതികൾ, അല്ലെങ്കിൽ എല്ലാറ്റിലും സമമായിട്ട് ഇരിക്കുന്നവന്, അതായത് സുഖദുഃഖങ്ങളിൽ സമാനമായിട്ടിരിക്കുക. സംഭവിക്കുന്ന അവസ്ഥകൾ സന്തോഷിച്ചും ഒന്നിനെയും ആഗ്രഹിക്കാതെയും, ഈ ഒരു ഒന്നിനെയും ആഗ്രഹിക്കാതെയും മതം, മാത്സര്യം എന്നീ ദോഷങ്ങളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിച്ച് ഈ ശരീരത്തെ വെടിയുവാനുള്ള അവസരത്തെ കാത്തുകൊണ്ടിരിക്കണം. കാരണം ഈ ശരീരമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഈ ശരീരത്തെ വെടിയാൻ തയ്യാറായിട്ട് എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിച്ചോട്ടെ, റെഡി ടു ആക്സെപ്റ്റ്, അങ്ങനെ പറയാം, റെഡി ടു ആക്സെപ്റ്റ് ദി ഗോയിങ്സ് ഓൺ. എന്തൊക്കെ സംഭവിക്കണോ അതിനൊക്കെ നമ്മൾക്ക് മാനിക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് കാത്തുകൊണ്ടിരിക്കണം എന്ന് പറയണ്ടായി. അത് കഴിഞ്ഞ് 28-ാമത്തെ ശ്ലോകം, ഏവം കൃഷ്ണമതേർ ബ്രഹ്മൻ അസക്തസ്യാം അമലാത്മന കാലപ്രാദുരഭൂൽക്കാലേ തടിൽ സൗദാമനീയഥാം. ഏവം കൃഷ്ണമതേർ ബ്രഹ്മൻ അസക്തസ്യാമലാത്മന കാലപ്രാദുരഭൂൽക്കാലേ തടിൽ സൗദാമനീയഥാം. അതിനെന്താർത്ഥം പറയണത്? ഹേ ബ്രാഹ്മണ, ഇപ്രകാരം കൃഷ്ണനിൽ മതിയോടുകൂടിയും, കൃഷ്ണനിൽ മനസ്സ് വെച്ചിട്ടെന്നർത്ഥം. മതി എന്ന് പറഞ്ഞാൽ മനസ്സ്. ആസക്തിയില്ലാത്തതും, അതായത് ഒന്നിനോടും ആസക്തി ഉണ്ടാവരുത്. ആസക്തി ഇല്ലാതെയും മലമില്ലാത്ത മനസ്സോടു കൂടിയിരിക്കുന്ന എൻ്റെ, അവിടെ മലം എന്നുള്ളതിന് ചെളി എന്നർത്ഥം. ചെളി, പാപപങ്കിലമായ അവസ്ഥകളില്ലാതെ കണ്ടിരിക്കുന്ന എൻ്റെ അവസരത്തിൽ, എൻ്റെ സംഗതിവശാൽ വന്ന സൗഭാഗ്യത്തിൽ കാലൻ മേഘമാലയിൽ നിന്നുണ്ടാകുന്ന മിന്നലെന്ന പോലെ, അതായത് സൗദാമനി എന്ന് പറഞ്ഞാൽ മേഘമാല. മേഘമാല എന്ന് പറഞ്ഞാൽ ഈ മേഘങ്ങൾ കൂട്ടിമുട്ടുമ്പോഴാണ് ഇടിമിന്നെന്നാണ് പറഞ്ഞത്. ആ മിന്നലെന്ന പോലെ പ്രാദുർഭവിച്ചു. ഇറ്റ് സോ ഹാപ്പൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഹേ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന മുനെ. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ശ്രീകൃഷ്ണനിൽ ബുദ്ധിയെ ഉറപ്പിച്ചും മറ്റുള്ള യാതൊന്നിലും ആഗ്രഹമില്ലാതെയും, ശ്രീകൃഷ്ണനിൽ താല്പര്യം ഉണ്ടാവുക എന്നല്ലാണ്ട്, അല്ലെങ്കിൽ പരിചരണങ്ങളിൽ താല്പര്യം ഉണ്ടാവുക എന്നല്ലാണ്ട് വേറൊന്നും താല്പര്യം ഉണ്ടാവാൻ പാടില്ല. യാതൊന്നിലും ആഗ്രഹമില്ലാതെയും കാമാദിദോഷങ്ങളായ ചളികളുടെ സംബന്ധമില്ലാത്തതിനാൽ, കാമാദി ദോഷങ്ങളായ ചളികൾ പ്ലൂറിലാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് കാമം, അല്ല കാമ, ക്രോധ, മത, മത്സര, ലോഭ, ഭയാദികൾ സംബന്ധമല്ലാത്തതിനാൽ ഏറ്റവും ശോഭിച്ച മനസ്സോടു കൂടിയിരിക്കുന്ന, അത് അണ്ടർലൈൻ ചെയ്യണം, ഏറ്റവും ശോഭിച്ച മനസ്സോടു കൂടിയിരിക്കുന്ന. അപ്പോൾ ഏറ്റവും ശോഭിച്ച മനസ്സോട് കൂടിയിട്ട് അല്ലാണ്ട് ഭാഗവതം വായിച്ചിട്ട് കാര്യമില്ല. അത് പിന്നെ മനസ്സിലാവില്ല തന്നെ. അപ്പോൾ എൻ്റെ ഭൗതികത്തെ ഉപാസിപ്പാനുള്ള സമയം, ഈ ഭൗതികത്തെ എന്ന് പറഞ്ഞാൽ അതിൽ ശരീരം പെട്ടു, ശരീരത്തിലുള്ള മനസ്സിൽ നിന്ന് ഉൽപ്പന്നമായ വിചാരങ്ങൾ വേണം.
ഉപേക്ഷിപ്പാനുള്ള സമയമെടുത്തപ്പോൾ എതിർച്ചയാ മേഘമാലയിൽ നിന്ന് മിന്നൽ പൊട്ടിപ്പുറപ്പെടുകയും പോലെ കാലനും പ്രത്യക്ഷമായി വന്നു. അതായത് അദ്ദേഹത്തിന് ജന്മം കുറുകാൻ പോവാണ്. ആരുടെ? നാരദൻ്റെ. 29-ാമത്തെ ശ്ലോകം. പ്രയുജ്യമാനേ മയിതാം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ നൃപതൽ പാഞ്ചഭൗതികാം. എന്താ പറഞ്ഞത്? പ്രയുജ്യമാനേ മയിതാം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മ നിർവാണോ നൃപതത് പാഞ്ചഭൗതികാം. അതിൻ്റെ വാക്കാർത്ഥം പറയാം. എന്നിൽ നിർമ്മലയും ഭഗവാനെ സംബന്ധിച്ചതുമായിരിക്കുന്ന ആ തനുവിനെ, ആ ശരീരത്തെ പ്രയോഗിക്കുന്ന സമയത്തിൽ ആരംഭിച്ചതായ കർമ്മത്തിൻ്റെ നിർവ്വാണത്തോടു കൂടിയതായ ആവില്ലപ്പ അത് വല്ലാത്തൊരു ആരംഭിച്ചതായ കർമ്മത്തിൻ്റെ നിർവ്വാണത്തോടു കൂടിയതായ, അതായത് സംതൃപ്തിയോട് കൂടിയിട്ടുള്ള പഞ്ചഭൂത നിർമ്മിത ദേഹം നിപതിച്ചു, അതായത് സമാപ്തിയായി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ആ ശരീരം അവസാനിക്കുമ്പോൾ എൻ്റെ പരിശുദ്ധമായ പാർഷദ ശരീരം, പാർഷദശ ശരീരം സിദ്ധിക്കും എന്ന് ഭഗവാൻ അരുളി ചെയ്തതിനെ, പാർഷദനായിട്ട് ഞാൻ എന്നെ അപ്പോയിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ എന്ന് ഭഗവാൻ അരുളി ചെയ്തതിനെ അനുസരിച്ച് ഭഗവാൻ പാർഷദ ശരീരത്തെ എനിക്കായിട്ട് നൽകുവാൻ ഭഗവാൻ ആരംഭിച്ച സമയത്തിൽ പ്രാരബ്ധകർമ്മത്തിൻ്റെ അവസാനമായതിനാൽ പ്രാരബ്ധം നശിക്കാണ്ട് ഒന്നും നടക്കില്ല എന്നാണ് പറഞ്ഞത്. പ്രാരബ്ധം അനുഭവിച്ച് തീർക്കണം. ദർ ഇസ് നോ എസ്കേപ്പ്. അപ്പോൾ പ്രാരബ്ധകർമ്മത്തിൻ്റെ അവസാനമായതിനാൽ പഞ്ചഭൂതങ്ങളാൽ ആരംഭിക്കപ്പെട്ടതായ ശരീരം ഭൂമിയിൽ വീണു. അതുകൊണ്ട് സിദ്ധിക്കുന്നതെന്തെന്നാൽ ഭഗവാന്റെ പാർഷദനായിരിക്കുന്നതിനുള്ള ശരീരം കർമ്മം കൊണ്ടുണ്ടാകുന്നതല്ല, അത് ശുദ്ധവും നാശരഹിതവുമാകുന്നുവെന്ന് സാരം. അത് കർമ്മം കൊണ്ട് പാർഷദനാവില്ല, ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാന്റെ പാർഷദനായിരിക്കുന്നതിനുള്ള ശരീരം കർമ്മം കൊണ്ടുണ്ടാകുന്നതല്ല, അത് ശുദ്ധവും നാശരഹിതവുമാകുന്നുവെന്ന് സാരം. അപ്പം ചിലവർ ചോദിക്കും, ഈ പുസ്തകം വായിക്കാൻ ഞങ്ങൾക്കും അറിയില്ല എന്ന്. ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. പറഞ്ഞ വിഷയം വെല്ലുവിളിക്കാം. കാരണം എന്താ, ഇത് നിസ്സാരമായ കാര്യമല്ല, ഈശ്വരാനുഗ്രഹം തന്നെ വേണം. പറഞ്ഞ വിഷയല്ലേ. അടുത്ത ശ്ലോകം പറയണോ, കൽപ്പാന്ത ഇതം ആദായ ശയാനേ അസ്ഭസ്യുതത്വന്നത ശയാനേ അമ്പസ്യുതന്വത, അമ്പസ് ആകാശം, ശിശയിഷ്യോരനു പ്രാണം വിവിശേ അന്തരഹം വിഭൂ. കൽപ്പാന്തയിതമാദായ ശയാനേ അമ്പസ്യുതത്വത ശിശയിഷ്യോരനു പ്രാണം വിവേശേ അന്തരഹം വിഭൂ. കൽപ്പാവസാനത്തിൽ ഇതിനെ ആദാനം ചെയ്തിട്ട്, ആദാനം ചെയ്യാന്ന് പറഞ്ഞാൽ കവർ ചെയ്യാം, സമുദ്രത്തിൻ്റെ ജലത്തിൽ അമ്പസിന്ന്, അവിടെ അമ്പസിന്നാ, സോറി കേട്ടോ, അപ്പോൾ ഞാൻ ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റി, ആകാശം എന്നാണ് പറഞ്ഞത്, ഞാൻ തെറ്റി. അപ്പോൾ അമ്പസി എന്ന് പറഞ്ഞ ജലത്തിൽ ശയിച്ചിരിക്കുന്നവനിൽ ശയിപ്പാനിച്ഛിക്കുന്ന ബ്രഹ്മാവിൻ്റെ പ്രാണനോടുകൂടെ ഉള്ളിൽ ഞാൻ വേശിച്ചു. വേശിക്കുക എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. അതായത് ഭഗവാൻ ഈ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ടാണല്ലോ നാരദരന് പാർഷദനാവണത്. അത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അതിൻ്റെ അർത്ഥം പറയാം, ഭാവാർത്ഥം പറയാം. കൽപ്പാവസാനത്തിൽ ഈ 3 ലോകത്തെയും സംഹരിച്ച് ഏകാർണവത്തിൽ എല്ലാം ഒന്നായി മാറി സമുദ്രം. ശയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണനിൽ ശയിപ്പാൻ ആഗ്രഹിക്കുന്ന വിഭുവായ ബ്രഹ്മാവിൻ്റെ ശ്വാസവായുവിനോടുകൂടെ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. തതോ അവതീര്യ വിശ്വാത്മാദേഹം ആശ്രിത്യ ചക്രിണ അവാപവൈഷ്ണവീം നിദ്രാം ഏകീഭൂയാത വിഷ്ണുന എന്ന് പ്രമാണം.
എന്ന് കൂർമ്മപുരാണത്തിൽ കാണുന്നു. കൽപ്പാന്തകാലത്തിൽ സത്യലോകത്തിൽ നിന്നിറങ്ങിയ വിശ്വാത്മാവായ ബ്രഹ്മാവ്, വിശ്വത്തിൻ്റെ ആത്മാവായ ബ്രഹ്മാവ്, ചക്രായുധത്തെ ധരിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ശരീരത്തെ ആശ്രയിച്ചിട്ട് വിഷ്ണുവിനോട് ഒന്നായി ചേർന്ന വൈഷ്ണവ നിദ്രയെ പ്രാപിച്ചു എന്ന് സാരം. കൽപ്പം അവസാനിക്കുമ്പോൾ ബ്രഹ്മാവിന് കൂടി എന്താണെന്നാ പറയുക, രൂപമില്ലാണ്ടാവും. വിശേഷപ്പെട്ട് അവസാനിക്കണത് ബാക്കിയാവണത് ആരാ? സാക്ഷാൽ ശ്രീഹരി മഹാവിഷ്ണു. കുറേ വിഷയം. 31-ാമത്തെ ശ്ലോകം. 31-ാമത്തെ ശ്ലോകം പറയണത് സഹസ്രയുഗപര്യന്ത ഉദ്ധായേദം ശുശ്രൂഷതാമ മരീചിമിശ്രാഋഷയാം പ്രാണേഭ്യോ അഹം ച ജജ്ജിരേ. സഹസ്രയുഗപര്യന്ത ഉദ്ധായേദം ശുശ്രൂഷത മരീചിമിശ്രാഋഷയാം മരീചിമിശ്രാഋഷയാ പ്രാണേഭ്യോ അഹം ച ജജ്ജിരേ. ശ്രദ്ധിക്കുക. സഹസ്രയുഗ പര്യന്തത്തിൽ ഉദ്ധാനം ചെയ്തിട്ട് ഇതിനെ സൃഷ്ടിപ്പാനിച്ഛിക്കുന്നവൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായ ഋഷികളും ഞാനും ജനിച്ചു എന്നാരാ പറഞ്ഞത്? നാരദർ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു, 1000 ചതുരികം കഴിയുന്നത് വരെ ആ വിധം ക്ഷയിച്ചും. ഏതുവിധം? പ്രളയപയോധിജലേ, പ്രളയമാകുന്ന പയോധിയിൽ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ആ ആദിനാരായണൻ ഏതൊരു പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവാണ് ഇഴുകിച്ചേർന്നത്. ആ ഇഴുകിച്ചേർന്നതിൻ്റെ ശേഷം 1000 ചതുരികം കഴിയുന്നത് വരെ ആ വിധം ക്ഷയിച്ചും അതിൻ്റെ അവസാനത്തിൽ നിദ്രയിൽ നിന്നുണർന്ന് ത്രൈലോക്യത്തെ സൃഷ്ടിപ്പാൻ ആഗ്രഹിച്ചും കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായ ഋഷികളും ജനിച്ചു, ഞാനും ജനിച്ചു. അവിടെ ഓരോന്നെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറയണു. ഈ നാരദരാര ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 32-ാമത്തെ ശ്ലോകം. അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പര്യമേ സ്കന്ദിത പുരതാം അനുഗ്രഹാൻ മഹാവിഷ്ണോർ അവിഘാതഗതി ക്വചിത്. അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പര്യേമ്യ സ്കന്ദിത വ്രതാം അനുഗ്രഹാൻ മഹാവിഷ്ണോർ അവിഘാതഗതി ക്വചിത്. എന്താണ് അർത്ഥം? അർത്ഥം പറയണു. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഹേതുവായിട്ട് ഒരിടത്തും വിഘാതയല്ലാത്ത ഗതിയോടുകൂടിയവനും, വാക്കുകൾ ശ്രദ്ധിക്കണം, വിഘാതം സൃഷ്ടിക്കാത്ത ഗതിയോടുകൂടിയവനും തടസ്സമില്ലാത്ത വ്രതത്തോടുകൂടിയവനുമായിട്ട് 3 ലോകങ്ങളെ ഉള്ളിലും പുറത്തും സഞ്ചരിക്കുന്നേൻ. ഇനി എന്താ വേണ്ടത്? അതിന് ഹസ്രമായിട്ട് ഭാവാർത്ഥം പറയണ്ടേ? ഞാൻ മഹാവിഷ്ണുവിൻ്റെ പ്രസാദം ഹേതുവായിട്ട് ബ്രഹ്മചര്യവ്രതത്തിന് യാതൊരു മുടക്കവും വരുത്താതെയും ഒരിടത്തും സഞ്ചരിക്കുന്നതിന് തടസ്സമില്ലാതെയും 3 ലോകത്തിൽ ഉള്ളിലും പുറത്തും സഞ്ചരിക്കുന്നു. ഇവിടെ ഒരു കാര്യം എനിക്ക് അറിയണം, ഞാൻ പറയാണ്. ഇവിടെ പറഞ്ഞു നാരദര് ബ്രഹ്മചര്യത്തിന് യാതൊരു മുടക്കം വരാതെ കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ദേവി ഭാഗവത്തിൽ, അതും വ്യാസരാൽ രചിക്കപ്പെട്ടതാണ്, അതിലെന്താ പറഞ്ഞത്? ഭഗവാനോട് നാരദർ ചോദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങയുടെ മായയെ അനുഭവിച്ചാൽ തിരക്കടില്ലാതെ. ഓ ശരി, ആ മഹതി എന്നുള്ള വീണിങ്ങോട്ട് തരൂ. കൊടുത്തു. ഈ കാണുന്ന ജലാശയത്തിൽ നിന്ന് മുങ്ങി ഉണർന്നു നോക്കുമ്പോൾ ഭഗവാനെ കാണാനില്ല, തൻ്റെ വീണിയുമില്ല. പക്ഷേ ആൾക്ക് ഒരു ഖനം എന്ന് പറഞ്ഞാ ഒരു സ്ത്രീയായിട്ട് മാറി. സ്ഥലം അതിനനുസരിച്ച് നിതംബം ഒക്കെപ്പാട് കൂടി തലമുടി. അത് മാത്രമല്ല, വളരെയധികം തലമുടി, എല്ലാ
എന്താ പറയുക, ശരീര ഘടനയോടുകൂടി കുറേ ദാസികളോടും കൂടിയിട്ട് വന്നു. അപ്പോഴേക്കും ആ രാജ്യത്തെ രാജാവിനെ കണ്ടു. രാജാവ് ഇവിടെ സ്വീകരിച്ചു. അതിൽ കുട്ടികളുണ്ടായി. കഥ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അരോചകത്തെ പ്രാപിക്കാനുള്ളതല്ല. എന്തിനാ പിന്നെ? എല്ലാറ്റിലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് മനസ്സിലാക്കി ജീവിക്കുക. തത്വശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളാനാണ് ഇതൊക്കെ, ഈ പാഠങ്ങളൊക്കെ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞത്, കർമ്മത്തിൽ ശ്രദ്ധയോടുകൂടിയവൻ ത്രിലോകത്തിന് പുറത്ത് സഞ്ചരിക്കയില്ല. കർമ്മത്തിൽ ശ്രദ്ധയോടുകൂടിയിരിക്കുന്നവൻ ത്രിലോകത്തിന് പുറത്ത് സഞ്ചരിക്കുകയില്ല. അപ്പോൾ തപസ് മുതലായവ കൊണ്ട് ബ്രഹ്മലോകത്തെ പ്രാപിച്ചവർ ത്രിലോകത്തിൻ്റെ ഉള്ളിലും വരികയില്ല. ഞാനാകട്ടെ ത്രിലോകത്തിൻ്റെ ഉള്ളിലും പുറത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മങ്ങളെയും താപസന്മാരെയും അതിക്രമിച്ചിരിക്കുന്നു. അതായത് കർമ്മികളെയും താപസന്മാരെയും അതിക്രമിച്ചിരിക്കുന്നു. ഇതിന് കാരണം വിഷ്ണു പ്രസാദമാണെന്ന് സാരം. അപ്പോൾ ഞാൻ ഭാഗവതാചാര്യനാണ്, നവാഹാചാര്യനാണ്, ഏകാദശാഹ ആചാര്യനാണ്. എന്നാൽ ഉപദേശം എന്താ കിട്ടിയത്? ദശമസ്കന്ധം. ബാക്കിയുള്ളതൊക്കെ സ്വാധ്യായം ചെയ്യാം. അപ്പോൾ പിന്നെ ഞാനെന്തിനാ മിണ്ടാതേണ്ടിരിക്കണത്? സപ്താഹത്തിനും നവാഹത്തിനും ഏകാദശത്തിനും പോയിക്കൂടെ? അവിടെയാണ് ഞാൻ എൻ്റെ ഗുരുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് ആൻ അമേച്ചർ. ഒക്കെ കഴിഞ്ഞു കാര്യം. അപ്പോൾ 33ാമത്തെ ശ്ലോകം പറയണു, ദേവദത്താം ഇമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനശ്ചരാമ്യഹം. ദേവദത്താം ഇമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനശ്ചരാമ്യഹം. ഭഗവാൻ അദ്ദേഹത്തിന് തൻ്റെ നാമധേയങ്ങളെ ഉച്ചരിക്കാൻ സപ്തസ്വരമാധുര്യങ്ങളോടുകൂടി ഒരു വേദതത്വം, ദേവതത്വം കേട്ടോ, ദേവന്മാരെ, അതായത് ഭഗവാൻ കൊടുത്തു ഒരു മഹതി എന്നുള്ള വീണേനെ. അപ്പോൾ അതിനർത്ഥം എന്താ പറയുക? സ്വരങ്ങളാകുന്ന ബ്രഹ്മത്താൽ, ഈ സ്വരങ്ങൾ, സ്വരങ്ങളാകുന്ന ബ്രഹ്മത്താൽ അലങ്കരിക്കപ്പെട്ടതും ഈശ്വരനാൽ നൽകപ്പെട്ടതും പെട്ടതുമായ ഈ വീണയെ ആലാപിച്ചിട്ട് ഹരികഥയെ ഗാനം ചെയ്യുന്നവനായിട്ട് ഞാൻ സഞ്ചരിക്കുന്നു. അതിന് എങ്ങനെ അർത്ഥം പറയാം? ഞാൻ സഞ്ചരിക്കുന്നത് ഈശ്വരൻ്റെ ആജ്ഞാനുസരണം. ഞാനും നിങ്ങളൊക്കെ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഈ കൈ ഇങ്ങനെയാക്കണതും പറയണതും കേൾക്കണതൊക്കെ ഈശ്വരൻ്റെ ആജ്ഞ. എക്സിക്യൂഷൻ പവർ ഭഗവാനാണ്. എവിടെ? നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിക്കാണ്ടിരിക്കുക ഒക്കെ ഓരോരുത്തരുടെയും സ്പെഷ്യാലിറ്റി അനുസരിച്ചിട്ടാണ്. ഈ ഭൂമണ്ഡലത്തിൽ എത്ര ജീവജാലങ്ങളുണ്ടോ അത്രയും ജീവജാലങ്ങളുടെ ഉള്ളിലിരുന്നിട്ട് അവരുടെ ആ ജീവൻ്റെ കുണ്ടലിനി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, ജാതകം. അപ്പോൾ ഈശ്വരൻ്റെ ആജ്ഞാനുസരണം ലോകത്തിൻ്റെ മംഗളത്തിനായിക്കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അതായത് നല്ല കാര്യത്തിനായിക്കൊണ്ടാണെന്ന് 4 പദ്യങ്ങൾ കൊണ്ട് പറയുന്നു. ഈ ഈ വീണ ഈശ്വരൻ നൽകിയതും താനെ തന്നെ സപ്തസ്വരങ്ങളാകുന്ന ബ്രഹ്മം അവരോഹണ ക്രമത്തെ അനുസരിച്ച് മൈ ഗോഡ് പുറപ്പെടുവിക്കുന്നതുമാകുന്നു. ഇതിൻ്റെ ശ്രുതിക്കനുസരിച്ച് ഹരികഥയെ ഗാനം ചെയ്തുകൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിൽ സപ്തസ്വരങ്ങളുടെ ഹൈ നോട്ട്സും ഒക്കെ സ്വയം നമ്മുടെ ആവശ്യപ്രകാരം അത് പ്രകടമാവുന്ന അതാണ് ദേവതത്വം ആ വീണ. മനസ്സിലായില്ലേ? 34ാമത്തെ ശ്ലോകം, പ്രഗായതസ്വവീര്യാണി തീർത്ഥപാദപ്രിയസ്രവാഹ ആഹൂത ഇവ മേ ശീഘ്രം ദർശനം യാതി ചേതസി. പ്രഗായതസ്വവീര്യാണി തീർത്ഥപാദപ്രിയസ്രവാ
ആഹൂത ഇവ മേ ശീഘ്രം ദർശനം യാതി ചേതസി. അതിന് വാക്കാർത്ഥം പറയാം, സ്വവീര്യങ്ങളെ പ്രകർഷേണ ഗാനം ചെയ്യുന്ന എൻ്റെ ചേതസ്സിൽ പ്രിയമായ കീർത്തിയോടുകൂടിയ ഭഗവാൻ വിളിക്കപ്പെട്ടവനെന്ന പോലെ വളരെ വേഗത്തിൽ ദർശനത്തെ യാനം ചെയ്യുന്നു. എനിക്ക് വേണ്ടപ്പൊക്കെ ഭഗവാൻ ദർശനം തരുന്നു എന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ അത് മനസ്സിലാവും. സഞ്ചാരത്തിൽ തനിക്കുള്ള ഫലത്തെ പറ്റിയിട്ടാണ് പറയണത്. ഭഗവാന്റെ പരാക്രമങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ടും സഞ്ചരിക്കുന്ന എൻ്റെ മനസ്സിൽ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയ ഭഗവാൻ വിളികേട്ടവൻ നേരെ വരുന്ന വിധം വളരെ വേഗത്തിൽ ദർശനം തരുന്നു. വിളികേട്ടവൻ നേരെ വരുന്ന വിധം വളരെ വേഗത്തിൽ ദർശനം തരുന്നു. ഭഗവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ദർശനം തരുന്നുണ്ട്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാത്തത് കാരണം ഈശ്വരീയത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഈശ്വരീയത എന്ന് പറഞ്ഞാൽ ടു ബി കൈൻഡ് ടു ആൾ, എല്ലാ ജീവജാലങ്ങളോടും മര്യാദാമസൃണമായ രീതിയിൽ ജീവിച്ചാൽ ആ ജീവജാലങ്ങളിലുള്ള ഈശ്വരൻ നമ്മൾക്ക് ദൃശ്യമാവില്ലേ, പിന്നെന്താ. അപ്പോൾ 35-ാമത്തെ ശ്ലോകം പറയണ്ടേ, ഏതധ്യാതുരചിത്താനാം മാത്രാ സ്പർശേശ്ചയാമുഹു ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം. ഏതധ്യാതുരചിത്താനാം മാത്രാ സ്പർശേശ്ചയാമുഹു ഭവസിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിശ്ചര്യാനുവർണ്ണനം. എന്താ അർത്ഥം പറയാം? വീണ്ടും മാത്രകളുടെ സ്പർശങ്ങളിലുള്ള ഇച്ഛ കൊണ്ട് ആതുരങ്ങളായ ചിത്തങ്ങളോടുകൂടിയവർക്ക് ഹരികഥാവർണ്ണനം യാതൊന്നോ ഇത് സംസാര സമുദ്രത്തിൽ കപ്പലായിട്ട് കാണപ്പെട്ടതല്ലയോ? അതെ, നമ്മളൊക്കെ എവിടെയപ്പോൾ? സംസാര സമുദ്രത്തിൽ ആണ്. അപ്പോൾ അവിടെ ഒരു കപ്പലുണ്ട്, ഫ്രീ കോസ്റ്റ്, ഫ്രീ ഡെലിവറിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കൊണ്ടേ വിടും. അതാരാ? ഭഗവാൻ. ഭഗവാന്റെ തിരുപാദപത്മങ്ങളാകുന്ന പോതം വഞ്ചി, 2 ചങ്ങാടം കൂട്ടിക്കെട്ടിയതിനാ വഞ്ചി അല്ല പിന്നെ ചങ്ങാടെന്ന് പറയാം. അപ്പം നമ്മൾക്കൊരു ചങ്ങാടുണ്ട്. ആ ചങ്ങാടം ഏതാണ്? ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ ഈ 2 കൈകളെ കൊണ്ട് അങ്ങോട്ട് അള്ളിപ്പിടിച്ചാൽ ബന്ധിക്കപ്പെട്ടു. അതിൽ നമ്മൾക്ക് നിത്യാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ സദാസമയത്തും മനസ്സിരുത്തി, ആ മനസ്സിരുത്തിയ മനസ്സോടുകൂടി കാണപ്പെടുന്ന ജീവജാലങ്ങളെയൊക്കെ ഈശ്വര തുല്യനായിട്ട് കാണാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ വിജയം. അതിനേക്കാൾ വലിയൊരു വിജയമില്ല. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പരന്മാർക്കുള്ള പ്രയോജനം പറയുന്നു. ആരാ പരന്മാർ? ഋഷീശ്വരന്മാർ. വിഷയങ്ങളെ വീണ്ടും ആഗ്രഹിക്കുക കാരണം അതിദുഃഖിതന്മാരായിരിക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് സംസാര സമുദ്രത്തെ കടപ്പാനുള്ള ഈ കപ്പൽ ഹരികഥാവർണ്ണനം കേൾക്കുകയാണെന്നുള്ള സംഗതി അറിഞ്ഞിട്ടുള്ളതാണല്ലോ. നാരദമുനി ഉച്ചത്തിൽ ഗാനം ചെയ്ത് സഞ്ചരിക്കുന്നത് സംസാര ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുന്ന ജീവന്മാരെ ഉദ്ധരിപ്പാനാണെന്ന് സാരം. നാരായണ നാരായണ എന്ന് നാരദർ ഉറക്കെ പറഞ്ഞ് ഗാനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നത് എന്തിനാണ്? സംസാര ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുന്ന ജീവന്മാരെ ഉദ്ധരിപ്പാനാണ്. അപ്പോൾ ഞാനിന്ന് പറയണ്ടായി, ഞെരളത്ത് ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രം ഒരു 34 കിലോമീറ്റർ, അവിടുന്ന് ഒരു 18 കിലോമീറ്റർ ദൂരെ, പിന്നെ 14 കിലോമീറ്റർ ദൂരെ കരിമ്പുഴ ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രം. അവിടെ 2 കഴിഞ്ഞിട്ടാണ് വന്നത് വീട്ടിൽ. എന്നാൽ അങ്ങനെ തോന്നി, ഇന്നലെ തോന്നി, ഡ്രൈവറെ വിളിച്ചു പോയി കണ്ടു പോന്നു. എത്രയോ കാലമായി വിചാരിക്കണം. അത് കാരണം എന്താ വിചാരിച്ചാൽ, ഈ നേർലത്ത് രാമപൊതുവാള പറഞ്ഞിട്ട് വലിയ ഒരു ദേവി ഉപാസകൻ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായിട്ട്. അപ്പോൾ ഈ തിരുമാതാംകുന്ന് അമ്മയുടെ പാദാതികേശം കേശാദിപാദം വർണ്ണിക്കാൻ അദ്ദേഹം വലിയ
മിടുക്കനാ. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കർമ്മത്തിൻ്റെ മൂല്യം എന്താണെന്ന് അറിയില്ല. അങ്ങനെ എല്ലാവർക്കും സ്വാദിഷ്ടമായ വിഭവങ്ങൾ കൊടുക്കുന്ന പോലെ ഭക്തിസാന്ദ്രമായ സോപാന സംഗീതത്തിൻ്റെ പ്രസരിപ്പ് ആണ് അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും എത്തിച്ചത്. അപ്പോൾ ആ സ്ഥലം ഒന്ന് കാണണമെന്ന് എനിക്ക് കുട്ടിക്കാലം മുതൽക്ക് തുടങ്ങിയതാണ്. അപ്പോൾ കയ്യിലുള്ള ബുദ്ധിമുട്ട്, കാശിൻ്റെ ബുദ്ധിമുട്ട്, ജീവിത സന്ധാരണം ഒന്നും നടന്നില്ല. ഇന്ന് സാധിച്ചു. ഇന്നൊരു സുദിനാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. അവരൊക്കെ അതിൽ ചിലവർ നമ്മുടെ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാത്രേ, എനിക്കറിയില്ല. അദ്ദേഹം എല്ലാവരെയും പറഞ്ഞ് അറിയിച്ചു. വലിയ സ്വീകരണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവള്ളനാട് ഭദ്രകാളി ക്ഷേത്രം കണ്ടു, അവിടെ തൊഴുതു. പിന്നെയാണ് പൂർവ്വനിശ്ചയപ്രകാരം കരിമ്പുഴ ശ്രീരാമചന്ദ്ര സ്വാമി. അവിടെ തൊഴാണ്ടായ ആഗ്രഹം, ഞാൻ ബോംബെ പോയപ്പോൾ ജീവിതത്തിൽ സർവീസിലിരിക്കുമ്പോൾ ജ്ഞാനാനന്ദ തിരുവടി പറഞ്ഞിട്ട് ഒരു മഹാകേമൻ ബ്രഹ്മസൂത്രത്തിന് കൂടി ആഖ്യാനം എഴുതിയിട്ടുണ്ട്. കരിമ്പുഴ അത് വാരാണ് അദ്ദേഹം, വാര്യത്തെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം കരിമ്പുഴ ശ്രീരാമചന്ദ്ര സ്വാമിയെ പോയി തൊഴണം, അത്രയേ ഉള്ളൂ. അതൊക്കെ നടന്നു നിന്ന്. അപ്പോൾ ഇവിടെ 36ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറയേണ്ടത്. അതെന്താ? യമാതിഭിര്യോഗപദേ കാമലോപഹതോ മുഹു മുകുന്ദസേവയായദ്ദത് തഥാ ആത്മദ്ധാ ന സാമ്യതി. യമാധിഭിര്യോഗപദേ കാമലോപഹതോ മുഹു മുകുന്ദസേവയായദ്ദത് തഥാ ആത്മാദ്ധാ ന ശാമ്യതി. ഇതാണ് ശ്ലോകം. അതിനർത്ഥം പറയുക, പിന്നെയും പിന്നെയും കാമം, ലോഭം ഇവയാൽ ഹനിക്കപ്പെട്ട മനസ്സ്, അവിടെ ആത്മാന്ന് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥമുണ്ട്, മുകുന്ദൻ്റെ സേവ കൊണ്ട് എപ്രകാരമോ അപ്രകാരം യമം മുതലായ യോഗമാർഗങ്ങൾ കൊണ്ട് സാക്ഷാത്തായി ശമിക്കുന്നില്ല. അതിനെന്തേ ഈശ്വരൻ്റെ വരം വേണം എന്നാ അല്ലേ സാക്ഷാത്തായിട്ട് ശമിക്കൂ. ഹരികഥാ പ്രസ്താവം തന്നെ സംസാര സങ്കടത്തെ നശിപ്പിക്കുന്ന സിദ്ധൌഷധം എന്ന് പറഞ്ഞതിനെ അനുഭവപ്പെടുത്തി കാണിക്കുന്നു. യു എക്സ്പീരിയൻസ് ഇറ്റ്. ഭഗവാൻ പറയാണ്, അടിക്കടി കാമലോഭാതിവൃത്തികൾ കൊണ്ട് കലുഷിതമായി വരുന്ന മനസ്സ് മുകുന്ദ സേവ കൊണ്ടെന്ന പോലെ യമം, നിയമം എന്നീ യോഗമാർഗങ്ങൾ കൊണ്ട് സാക്ഷാൽ ശാന്തിയെ പ്രാപിക്കുകയില്ല. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഇല്ലാതെ കൊണ്ട് ശാന്തിയെ പ്രാപിക്കില്ല. അതുകൊണ്ടാണ് യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്മേ 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 നമോ നമഃ എന്ന് ഒരു രീതി, ഒരു 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 പ്രസ്താവനയുണ്ട്. അതിൽ നമ്മൾ സന്തോഷിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ലേ? ഹരികഥാപ്രസ്താവം തന്നെ സംസാര സങ്കടത്തെ നശിപ്പിക്കുന്ന സിദ്ധൌഷധം എന്ന് പറഞ്ഞതിനെ അനുഭവപ്പെടുത്തി കാണിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി 37ാമത്തെ ശ്ലോകം പറയാം. 37, 38, 39. എന്നാൽ ഈ അധ്യായം കഴിയും കേട്ടോ. സർവം തദിദം ആഖ്യാതം യൽ പൃഷ്ടോ അഹം ത്വയാനഘ ജന്മകർമ്മരഹസ്യം മേ ഭവതശ്ചാത്മദോഷണം. സർവം തദിദം ആഖ്യാതം യൽ പൃഷ്ടോ അഹം ത്വയാനഘ ജന്മകർമ്മരഹസ്യം മേ ഭവതശ്ചാത്മദോഷണം. അതിന് ഭാവാർത്ഥം വാക്കാർത്ഥം പറയുക, പാപരഹിത അങ്ങയാൽ ഞാൻ യാതൊന്നിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടുവോ എൻ്റെ ജന്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും രഹസ്യവും ഭവാന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമായ അത് മുഴുവനും പറയപ്പെട്ടു മുഴുവനും.
ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഹേ അനഘ, പാപമില്ലാത്തവനെ, അങ്ങ് ചോദിച്ചതായ എൻ്റെ ജന്മം, കർമ്മം എന്നിവയുടെ രഹസ്യവും അങ്ങയുടെ മനഃപ്രസാദത്തിനുള്ള മാർഗവും എല്ലാം അങ്ങയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മളോടുള്ള ഉപദേശമാണ് കേട്ടോ. എന്താണ്? എൻ്റെ ജന്മം, കർമ്മം എന്നിവയുടെ രഹസ്യവും അങ്ങയുടെ മനഃപ്രസാദത്തിനുള്ള മാർഗവും എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനഃപ്രസാദത്തിനുള്ള മാർഗവും എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താ മാർഗം? ഹരികഥാ സേവ, അല്ലാതെ വേറൊന്നുമില്ല. 38 സൂതാവാച ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്രവീണാം രണയൻ യയോ യാദൃശ്ചികോ മുനി. ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്രവീണാം രണയൻ യയോ യാദൃശ്ചികോ മുനി. അതിനർത്ഥം പറയാം, ഭഗവാനായ നാരദൻ വ്യാസരോട് ഇപ്രകാരം സംഭാഷണം ചെയ്തിട്ട് യാത്ര പറഞ്ഞിട്ട് വീണയെ ശബ്ദിപ്പിച്ചുകൊണ്ട് പ്രയോജനത്തെ ഉദ്ദേശിക്കാതെ സഞ്ചരിക്കുന്ന മുനി. അതാണ് പ്രയോജനത്തെ ഉദ്ദേശിക്കാണ്ട്. ഇപ്പം ഇന്ന് ഞാൻ 2 അമ്പലത്തിൽ പോയി, 2 3 അമ്പലത്തിൽ പോയി. എന്താ പ്രയോജനം? പ്രയോജനം ഈശ്വരസേവ. ഈശ്വരസേവ, വേറൊന്നുമില്ല. ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികളുടെ ജന്മദേശം കാണാമെന്ന് പറഞ്ഞാൽ അതൊരാഗ്രഹം. അതെന്താഗ്രഹം? ഈശ്വരീയതയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച ഒരു ഋഷീശ്വരൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെ സാധകം ചെയ്യുമ്പോൾ എന്ത് അനുഭവം ഉണ്ടാവും എന്നുള്ളതൊരു അനുഭവിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയി. വേണമെങ്കിൽ കടം വീട്ടുക, ഋണകടം, അങ്ങനെയുണ്ട്. ഋണം എന്ന് പറഞ്ഞാൽ കടം തന്നെ. സന്യാസിമാരോടുള്ള കടം, ഋഷിവര്യന്മാരോടുള്ള കടം വീട്ടി, അതിനു വേണ്ടി പോയി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സൂതൻ പറയണു, സ്വന്തമായ ആവശ്യം ഒന്നും അതായത് മമതാ ഗ്രന്ഥികളാവരുത് നമ്മളത്. എനിക്കെന്നും എൻ്റേതെന്നുള്ളൊരു സംജ്ഞ വരരുത് മനസ്സിൽ. സ്വന്തമായ ആവശ്യം ഒന്നും സങ്കല്പിക്കാതെ സഞ്ചരിക്കുന്ന ഭഗവാൻ നാരദമുനി വ്യാസമുനിയോട് ഈ വിധം പറഞ്ഞ് വീണയെ ശബ്ദിച്ചു കൊണ്ട് പോവുകയും ചെയ്തു. ഇനി അതിൽ 39ാമത്തെ അവസാനത്തെ ശ്ലോകം. അഹോ ദേവർഷി ധന്യോ അയം യത് കീർത്തിം ശാർഗധന്വയാ ഗായന്മാദ്യന്നിതം തന്ത്രയാരമയത്യാതുരം ജഗത്. അഹോ ദേവർഷിധന്യോയം യത് കീർത്തിം ശാർഗധന്വനാ ഗായന്മാധ്യാന്നിതം തന്ത്രയാരമയത്യാതുരം ജഗത്. എന്താണർത്ഥം? ഈ ദേവർഷി ഭാഗ്യവാൻ. ഭാഗ്യം എന്തുകൊണ്ടെന്നാൽ മഹാവിഷ്ണുവിൻ്റെ ശാർഗധന്വന, ശാർഗം എന്ന വില്ല് ധരിച്ചവെന്നർത്ഥേ. അതാരാ? മഹാവിഷ്ണുവിൻ്റെ കീർത്തിയെ തന്ത്രി കൊണ്ട് ഗാനം ചെയ്യുന്നവനും. തന്ത്രി എന്ന് പറഞ്ഞാൽ വീണക്കമ്പി, ഒറ്റ വീണക്കമ്പി എന്നൊക്കെ പറയാം. ഗാനം ചെയ്യുന്നവനും സന്തോഷിക്കുന്നവനുമായിട്ട് ദുഃഖിച്ചിരിക്കുന്ന ഈ ലോകത്തെ രമിപ്പിക്കുന്നു. ഈ ലോകത്തെ രമിപ്പിക്കുന്നു. ഭയങ്കര അർത്ഥവ്യാപ്തിയാണ് ഓരോ വാക്കിനും. അതിൻ്റെ അവസാനത്തെ പിന്നെന്താണെന്ന് ഭാവാർത്ഥം പറഞ്ഞത്, ഹരികഥയെ ഗാനം ചെയ്യുന്ന നാരദ മഹർഷിയുടെ ഭാഗ്യത്തെ സൂതൻ ശ്ലാഘിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ശ്രീഹരിയുടെ കീർത്തിയെ വീണ കൊണ്ട് ഗാനം ചെയ്ത് സന്തോഷിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഈ ലോകത്തെ ആനന്ദിപ്പിക്കുന്നവനായി സഞ്ചരിക്കുന്ന ഈ ദേവർഷിയായ നാരദൻ അഹോ മഹാഭാഗ്യവാൻ തന്നെ. നാമകീർത്തനം സ്വയം സന്തോഷിപ്പാനും ദുഃഖിതന്മാരെ സന്തോഷിപ്പിക്കാനും സമർത്ഥമാകുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പാടിയാൽ ലോട്ടറി കിട്ടുന്നല്ല അർത്ഥം. സ്വയം സന്തോഷിക്കുക, ആനന്ദിക്കുക, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുക.
അതോട് കൂടിയിട്ട് ആ വാക്കർത്ഥം കഴിഞ്ഞു, അല്ല പിന്നെ ആ ഭാവാർത്ഥം കഴിഞ്ഞു. ആ 39ാമത്തെ ശ്ലോകത്തോടു കൂടി 6-ാം അധ്യായം സമാപിച്ചു. ഭഗവത്പാദാരന്ധത്തിൽ വെച്ച് നമുക്ക് നമസ്കരിക്കാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ വ്യാസനാരദ സംവാദേ ഷഷ്ടോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ നാളെ നമ്മൾക്ക് എത്രാമത്തെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ അതെ, 82ാമത്തെ ഭാഗം വരും. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.